ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുരിശുമരണ സമയത്ത് ഈശോയുടെ തിരുവിലാവിൽ കുന്തം കുത്തിയിറക്കിയ ലോഞ്ചിനുസ് എന്നു പേരായ റോമൻ പടയാളിയെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. അദ്ദേഹം അന്ധനായിരുന്നുവെന്നും കർത്താവിൻ്റെ മാറിൽ കുന്തം കൊണ്ട് മുറിവേൽപ്പിച്ചപ്പോൾ അതിൽ നിന്നും ഇറ്റുവീണ രക്തം അദ്ദേഹത്തെ സൗഖ്യപ്പെടുത്തി എന്നുള്ളതാണ്. ഒരുപക്ഷെ അതൊരു ഐതിഹ്യം മാത്രമാകാം, യാഥാർത്ഥ്യങ്ങൾ നമുക്ക് അറിയില്ല. പക്ഷേ അത് പകരുന്ന മനോഹരമായൊരു സന്ദേശമുണ്ട്. കർത്താവ് ആരാണെന്നറിയാതിരുന്ന, ദൈവസ്നേഹം മനസ്സിലാക്കാതിരുന്ന, ദൈവത്തെക്കുറിച്ച് അറിയാതിരുന്ന ഒരു ജനതയ്ക്ക് ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ വെളിച്ചം പകർന്നു കിട്ടുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന അന്ധതയിൽ നിന്ന് അവരെല്ലാവരും വിമോചിക്കപ്പെടുകയാണ്. മാനവരാശിയെ മുഴുവൻ ലോഞ്ചിനുസ് പ്രതിനിധീകരിക്കുന്നുണ്ട്. അതുവരെ അന്ധതയിലായിരുന്ന ജനക്കൂട്ടം ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലേക്ക്, ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നു. എൻ്റെ പീഡാനുഭവങ്ങൾ, എൻ്റെ കുരിശുമരണങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മയായിട്ട് മാറുന്നുണ്ടോ? എൻ്റെ കുരിശനുഭവങ്ങൾ എന്നിൽ തന്നെ അവസാനിക്കുന്നതാണ്, ആർക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് നന്മകളൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ അതെനിക്കൊരു നഷ്ടമാണ്. എന്നാൽ എൻ്റെ പീഡാനുഭവങ്ങൾ, എൻ്റെ കുരിശുമരണങ്ങൾ ചുറ്റുമുള്ളവർക്ക് കാഴ്ചകൾ കൃത്യമാകാനും പുതിയ വെളിപാടുകൾക്കും ഇടയാകുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം അല്പം കൂടി മെച്ചപ്പെട്ടതാകാനായിട്ട് എൻ്റെ കുരിശുമരണങ്ങൾ ഇടയാക്കുന്നുണ്ടെങ്കിൽ ആ കുരിശുമരണങ്ങൾ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശങ്ങളായിട്ട് മാറുന്നു. എൻ്റെ കുരിശുമരണങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറട്ടെ. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.